ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു മഹീന്ദ്ര XUV 400 എന്ന വണ്ടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് സഹായകരമാവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവിടെ പറയാനും EV വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളവർക്ക് കുറച്ച് പ്രയോജനമാകുന്ന കാര്യങ്ങൾ പറയാനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് KSEBയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ടയർ എക്സ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിലാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് യൂണിറ്റ്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 ചാർജിങ് സോക്കറ്റുകൾ ഉണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരു വണ്ടിയെ ചാർജ് ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു വണ്ടിയിലൂടെ സെക്കൻഡ് ഡിവൈസ് എടുത്ത് കുത്തിയാൽ അത് പറയും ഇൻഡക്ഷൻ ചാർജിങ് ഫെയിലിയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറ്റ് എ ടൈം ഒരു വണ്ടിയെ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഫാസ്റ്റ് ചാർജറാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോട് കൂടി ചെറിയ വണ്ടികൾ, ഇപ്പോൾ ടാറ്റ ടിയാഗോ, നെക്സോൺ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ഇതുപോലത്തെ ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം 1.5 മണിക്കൂറിൽ ചാർജായി കിട്ടും. എന്നാലും ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു വണ്ടി ഓൾറെഡി ചാർജിങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളാണെങ്കിൽ മൂന്നാറിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഉള്ള കപ്പാസിറ്റി, റേഞ്ച് നമുക്ക് കിട്ടിയില്ല. കാരണം ഇത് ഹൈ റേഞ്ചും ഹില്ലും കുന്നും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചാർജ് പെട്ടെന്ന് താഴുന്നൊരവസ്ഥയുണ്ടായി. നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആകെ 2% ചാർജാണ് ഉണ്ടായിരുന്നത്. റേഞ്ച് ടു നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷൻ 0 ആണ് കാണിച്ചത്. ആ ഒരു ഗതിയിലാണ് നമ്മളിവിടെ എത്തിയത്. വണ്ടി പറയുന്നുണ്ടായിരുന്നു പ്ലീസ് സ്റ്റോപ്പ് ദ കാർ എന്ന് പലവട്ടം പറഞ്ഞെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമാണ് ഇത് ഓടിച്ച് ഇതുവരെ എത്തിയത്. അപ്പോൾ EV വെഹിക്കിൾസ് ഉള്ള എല്ലാവരും നേരത്തെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് വേണം ഇതുപോലുള്ള മൂന്നാർ യാത്രകൾ അല്ലെങ്കിൽ മറ്റ് ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രകൾ നടത്താൻ. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നിങ്ങളും പെട്ടുപോകും. കാരണം ഇവിടെ വലുതായിട്ട് ചാർജിങ് ഫെസിലിറ്റിയോ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റേഞ്ചോ കിട്ടില്ല. AC-യിലൂടെയാണ് ഓടുന്നതെങ്കിൽ ഈ കയറ്റവും കാര്യങ്ങളും ഒക്കെ കയറുമ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ചാർജിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വരും. 30% അല്ലെങ്കിൽ 40% ചാർജൊക്കെ എത്രയും പെട്ടെന്ന് 10%, 5% ആയി മാറും. അതുകൊണ്ട് നിങ്ങൾ മിനിമം 50% എങ്കിലും ഏതൊരവസ്ഥയിലും എൻഷുർ ചെയ്യുക. ഫാമിലി ആയിട്ട് വരുന്നവർ പ്രത്യേകിച്ച്, കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ പയ്യന്മാരായിട്ട് വരുമ്പോൾ വീണ്ടും കുഴപ്പമില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ കഴിയുന്നതും ഫാമിലിയൊക്കെ ഹോട്ടലിൽ വിട്ടിട്ട് വേണം നിങ്ങൾ വരാനായി. ഇത് അത്യാവശ്യം ഡിസൈനിലും മറ്റു കാര്യങ്ങളും പെർഫോമൻസിലും എല്ലാം നമുക്ക് അത്യാവശ്യം സഹായകരമായാണ് ഈ വണ്ടി വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളാണ്. കമ്പനി ഏകദേശം 400 കിലോമീറ്ററിൽ പുറം റേഞ്ച് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മൂന്നാർ ട്രിപ്പിൽ നമുക്ക് 250 കിലോമീറ്ററേ റേഞ്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം ഒരുപാട് കയറ്റവും ഇറക്കവും മറ്റ് ടെറൈനുകളും ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്. പക്ഷേ വണ്ടിയിൽ നിന്ന് നല്ല പെർഫോമൻസാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം മഹീന്ദ്രയുടെ പുതിയ ലോഗോയിലാണ് വന്നേക്കുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ കളർ ലോഗോ ഒക്കെയാണ് അവരിവിടെ കൊടുത്തേക്കുന്നത്. വണ്ടി നമ്മൾ 5 പേര് വെച്ചാണ് വണ്ടി വന്നത്. വണ്ടി നല്ല രീതിയിൽ മൂന്നാർ വരെ എത്താനായിട്ട് നമ്മളെ സഹായിച്ചു. ജസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. ടെക്നിക്കലി ഒന്നും ഇത് റിവ്യൂ ചെയ്ത് പറയുന്നതല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതലും ഈ ഗോൾഡൻ കളർ തീമാണ് വണ്ടിക്കുള്ളിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങും മറ്റു കാര്യങ്ങളും ഗിയർ നോബും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. AC മറ്റു കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും നാവിഗേഷനും എല്ലാം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്ന വണ്ടി തന്നെയാണ് ഇത്. മ്യൂസിക് സിസ്റ്റവും കൊള്ളാം, അതിൻ്റെ സ്പീക്കർ സിസ്റ്റവും എല്ലാം കൊള്ളാം. ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇൻറ്റീരിയറിൽ കൊടുത്തേക്കുന്നത്. ബ്ലാക്കും ഒരു വൈറ്റും തീമാണ്. സീറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു കളർ ടോണിലാണ് വരുന്നത്. ഈ വണ്ടിക്ക് സൺറൂഫ് ഉണ്ട്. സൺറൂഫോട് കൂടിയാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം ഒരു ഫാമിലി, 5 പേരുടെ ഒരു ഫാമിലിക്ക് സഞ്ചരിക്കാൻ പറ്റിയ വാഹനമാണ്. ചാർജിങ്ങും മറ്റു കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കി നിർത്തിയാൽ ഇതെന്തായാലും ഈ വണ്ടി ഏകദേശം ഒരു 18-20 ലക്ഷം രൂപയ്ക്കിടയിലാണ് വരുന്നത്. ഈ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർത്ത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്. നമ്മൾ നേരിട്ട പ്രശ്നങ്ങളിൽ ബാക്കിയുള്ളത്, നമ്മൾ ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻ
നമ്മൾ വന്ന മൂന്നാമത്തെ ചാർജിങ് സ്റ്റേഷനാണ്. കഴിഞ്ഞ 2 ചാർജിങ് സ്റ്റേഷനുകളിലും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായില്ല. പലതരം ബുദ്ധിമുട്ടുകളാണ് നമ്മളിതിൽ ഫേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തിപ്പെട്ട് ചാർജ് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ നല്ലതായി മാറി നമുക്ക്. അല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ പെട്ടുപോയേനെ. ഇത് കൂടാതെ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈറക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇത് കൂടാതെ മറ്റ് 2 ചാർജിങ് സ്റ്റേഷനിലും വേറെ 2 ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ആപ്ലിക്കേഷന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് പൈസ ലോഡ് ചെയ്ത് അത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയും പിന്നെ ആ പൈസ ആ ആപ്ലിക്കേഷനുകളിൽ തന്നെ സ്റ്റക്കായി പോവുകയും ചെയ്തു. നമുക്കിനി അതിൻ്റെ മറ്റ് ചാർജിങ് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ ആ ആപ്ലിക്കേഷനിലൂടെ പൈസ ഉപയോഗിക്കാമെങ്കിലും നമ്മുടെ പൈസ അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ 2 മൂന്നാമത്തെ സ്ഥലത്ത് പറ്റിയത് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റി, നമ്മുടെ പൈസ യൂസ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇതിനു മുന്നേ ഈ വണ്ടിക്ക് മുന്നേ ഇവിടെ ഓൾറെഡി ചാർജിങ്ങിന് കിടന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ടാറ്റ ടിയാഗോ ആണ്. ടിയാഗോയുടെ ഇലക്ട്രിക് വെഹിക്കിള് ഏകദേശം 11-12 ലക്ഷം രൂപ വില വരുന്ന കൊച്ചി ഒരു സ്വദേശിയുടെ വണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളിയും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. പുള്ളിയുടെ സിറ്റി റൈഡുകളിലും ഡേ ടു ഡേ യൂസുകളിലും വളരെ പ്രയോജനകരമാണ് ആ വണ്ടി. പക്ഷേ ഇതേപോലെ ലോങ് ട്രിപ്പ് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്ന് 7-7:30 വരെയോളം വെയിറ്റ് ചെയ്താണ് 100% ചാർജ് ചെയ്തിട്ട് പോയത്. അങ്ങനെ ഒരു അനുഭവമാണ് പുള്ളി ടിയാഗോയിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ സേഫ്റ്റി, കൺവീനിയൻസ്, സിറ്റി റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ പുള്ളി പറഞ്ഞ ഒരു ടിപ്പ്, രാവിലെ ചാർജ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ള ഒരു ടിപ്പാണ് പുള്ളി പറഞ്ഞത്. പ്രത്യേകിച്ച് സോളാർ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വീടുകളിൽ എപ്പോഴും രാവിലെ ചാർജ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പുള്ളി 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയങ്ങളിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സ് തന്നെ പുള്ളിയുടെ വീട്ടിൽ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഓവറോൾ ഹാപ്പിയാണ്, എക്സെപ്റ്റ് ഫോർ ലോങ് ട്രിപ്സ്. ഇതേപോലുള്ള ദൂരയാത്ര ഒഴികെ ദൈനംദിന ഉപയോഗത്തിൽ പുള്ളിക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി ഈ വണ്ടിയിൽ. അപ്പോൾ ഈ പറയുന്ന ചാർജിങ്ങും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ 3 ദിവസത്തിനിടയിൽ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറക്കം കളഞ്ഞ് രാവിലെ വന്ന് ക്യൂ നിന്ന് ചാർജിങ്ങിന് കുത്തിയാണ് ഇതിനെ ഫുൾ ചാർജിലേക്ക് എത്തിച്ചത്. ഇനി ഇത് ഞങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇതേപോലുള്ള ഉല്ലാസയാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ EV വെഹിക്കിളിൽ പറയാൻ ഉദ്ദേശിച്ച ടിപ്പുകളും ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളും പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ യാത്രകൾ ഈസിയായി മാറും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ബാക്കി അപ്ഡേറ്റ്സ് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ തരാം. ഇപ്പോഴത്തേക്ക് ഇത്ര മാത്രം. ബൈ. നമ്മൾ നിൽക്കുന്ന ബ്ലൂ ബെൽസ് റിസോർട്ടിലേക്കുള്ള വഴിയാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പൊതുവെ ഇവര് ഈ ഇറങ്ങാൻ പേടിയുള്ളവർക്ക് ജീപ്പ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരും ഗേറ്റിന്റെ അവിടെ, ആ മോളിൽ നിന്ന്. പക്ഷെ നമ്മള് ഇറങ്ങി പോവാന്ന് കരുതി. അപ്പോ അതിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ സൈഡിലൊക്കെ ഒരുപാട് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഈ റിസോർട്ടിലേക്കുള്ള. അപ്പൊ ഡ്രൈവിങ്ങും കുറച്ച് ഓഫ് റോഡിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ റൂട്ടിലൂടെ പോവാം. ഫുൾ കോൺക്രീറ്റ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര സ്റ്റീപ്പാണ് ഇതില്. 2 സൈഡിലും പ്ലാന്റേഷനുകളാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് മിസ്റ്റി മാൻഷൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണത്. ഇത് നമ്മൾ നിൽക്കുന്ന ബ്ലൂ ബെൽസിലേക്കുള്ള വഴി. ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ഇതിന് കയറി വരാനൊന്നും ബുദ്ധിമുട്ട് കാണിച്ചില്ല. ഈ കയറ്റം നമ്മൾ രാവിലെ കയറി വന്നായിരുന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനി ഫുൾ ലോഡ് എല്ലാരെയും ഇരുത്തി. ഇപ്പൊ ചാർജിങ്ങിന് പോയത് കൊണ്ട് ഞങ്ങൾ 2 ബ്രദറും മാത്രമേ ഉള്ളൂ. ഇനി തിരിച്ചു വരുമ്പോ എല്ലാരും ഉണ്ടാവും. അപ്പോ എന്താ കണ്ടീഷൻ എന്നുള്ളത് കൂടി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ്
റിസോർട്ട്, ബ്ലൂ ബെൽ എന്ന് പറയുന്ന റിസോർട്ട്. ഇനി ബാക്കി അപ്ഡേറ്റ്സ് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ തരാം. ഇപ്പോഴത്തേക്ക് ഇത്ര മാത്രം. ബൈ.